പറ്റി പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ആവശ്യങ്ങളും പരിപൂർണമായി പൂർത്തീകരിച്ചു നൽകുമാറാവട്ടെ. യഥാർത്ഥ രൂപത്തിലുള്ള ദീൻ മനസ്സിലാക്കുവാനും ആ ദീൻ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലും അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് വുളൂഉം അതിനുശേഷം കുളിയുടെ നിയമങ്ങളും പിന്നീട് തയമ്മുമിനെ കുറിച്ചുള്ള നിയമവശങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇനി ഈ ക്ലാസ്സിലുള്ളത് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത് ഖുഫയുടെ മേൽ തടവുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട നിയമവശങ്ങളാണ്. എന്താണ് ഖുഫ? ഖുഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൽ ധരിക്കുന്ന കാലുറയിനാണ് എന്ന് പറയും. തോല് കൊണ്ടുള്ള കാലുകൾ. ഈ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. തോല് കൊണ്ടുള്ള നല്ല ഉറപ്പുള്ള കാലുറയാണ് ഖുഫ എന്ന് പറയുന്നത്. തോല് കൊണ്ടുള്ള കാലുറയ്ക്കാണ് ഖുഫ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മേൽ തടവുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങൾ, അതിന്റെ ആ കാലുറ എങ്ങനെയുള്ളതായിരിക്കണം, എല്ലാ കാലുറയും പറ്റുമോ, സോക്സിന്റെ മേലെല്ലാം ഇങ്ങനെ തടവാൻ പറ്റുമോ, എന്തിനാണ് ഈ തടവുന്നതിന്റെ രൂപം എന്താണ്, അതിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അപകടങ്ങൾ, ആക്സിഡന്റുകൾ, അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും പരിപൂർണമായ ആഫിയത്തും സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഥവാ മുറിവുകളോ മറ്റോ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വുളു എടുക്കുന്ന വെള്ളം തട്ടിക്കൽ, അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് വെള്ളം തട്ടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോ അതിന് പരിഹാരമായിക്കൊണ്ട് ഇസ്ലാം എന്താണ് നിർദ്ദേശിക്കുന്നത്? ആ ഭാഗത്തേക്ക് വെള്ളം തൊട്ട് തടവിയാൽ, അല്ലെങ്കിൽ വെള്ളമില്ല എങ്കിലും ആ ബാൻഡേജിന്റെ അല്ലെങ്കിൽ പ്ലാസ്റ്ററിന്റെ മുകളിലൂടെ വെള്ളം കൊണ്ട് തൊട്ടിങ്ങനെ തടവിയാൽ മതിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇൻഷാല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തആല നമുക്ക് നല്ലത് കേട്ട് നല്ലത് മനസ്സിലാക്കി നല്ലത് അമൽ ചെയ്യാനുള്ളവരുടെ നല്ല തൗഫീഖ് നൽകുന്നതാവട്ടെ. അപ്പോൾ ഖുഫ, അതായത് തോലിന്റെ കാലുറയുടെ മേൽ തടകൽ. ഇത് ക്ലാസ് കേൾക്കുമ്പോൾ ഇൻഷാല്ലാഹ് നമുക്ക് ഗ്രൂപ്പിൽ നൽകപ്പെട്ട മുമ്പ് അയച്ചിട്ടുള്ള അതേ PDF തന്നെ ഇന്നത്തെ നോട്ട്സും ഉണ്ട്. അപ്പൊ ഇൻഷാല്ലാഹ് ആ നോട്ട്സുകൾ നമ്മൾ മുന്നിൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാഹ് ഭയങ്കര എളുപ്പമായിരിക്കും. അതേപോലെ അതിനുശേഷം ഇൻഷാല്ലാഹ് ഇതുവരെ നടന്ന പാഠങ്ങളുടെ ഒരു ചുരുക്കം, രത്ന ചുരുക്കം, ഒരു ആവർത്തനം, റിവിഷൻ ഇൻഷാല്ലാഹ് ഒന്ന് ചെറിയ രൂപത്തിൽ നടത്തപ്പെടുന്നതായിരിക്കും. അപ്പോ PDF തന്നെ നോക്കിക്കൊണ്ട് ഈ വോയിസുകൾ കേൾക്കുകയാണെങ്കിൽ, ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഇൻഷാല്ലാഹ് വലിയ പ്രയോജനമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, കാലുറയുടെ മേൽ തടവൽ യാത്രക്കാരന് 3 രാപ്പകലുകളും സ്വദേശിക്ക് 1 രാപ്പകലും ആകുന്നു. തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേപോലെ ജനങ്ങൾക്ക് എളുപ്പത്തിനു വേണ്ടി വുളു എടുക്കുന്ന സന്ദർഭത്തിൽ കാല് കഴുകുന്നതിന് പകരമായി ഖുഫയുടെ മേൽ തടവൽ ശരീഅത്ത് അനുവദനീയമാക്കിയിരിക്കുന്നു. കൂടെ കാല് തടവുന്നതിന് പകരം ഈ വുളുവോട് കൂടി, ശുദ്ധിയോട് കൂടി, ഖുഫ തടവുന്നതിന്റെ നിബന്ധനകൾ ശേഷം വരും. അപ്പൊ അതിൽ വുളുവോട് കൂടി ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം ഈ ഖുഫ ധരിക്കേണ്ടത്. ആ ഖുഫ ധരിച്ചത് മുതൽ
ശേഷം ഉള്ള സമയങ്ങളിൽ വുളു ചെയ്യുമ്പോൾ പിന്നീട് കാല് കഴുകേണ്ടതില്ല, മറിച്ച് കാല് തടവിയാൽ മതിയാവുന്നതാണ്. തോലിന്റെ കാലുറയ്ക്കാണ് ഹുഫ എന്ന് പറയുന്നത്. വെള്ളം പ്രവേശിക്കാത്ത തരത്തിലുള്ള കട്ടിയുള്ള സോക്സിലും തടവൽ ജായിസാണ്. വെള്ളം പ്രവേശിക്കാത്ത തരത്തിലുള്ള കട്ടിയുള്ള സോക്സ് ആയിരിക്കണം. അതല്ലാതെ സാധാ നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസുകളിൽ ഉപയോഗിക്കുന്ന സോക്സുകൾ അത് വെള്ളം ഉള്ളിലേക്ക് കിടക്കുന്നതാണ്. അതല്ലാത്ത രൂപത്തിലുള്ള കട്ടിയുള്ള നല്ല കട്ടി തിക്കായ രൂപത്തിലുള്ള സോക്സുകൾ വരുന്നുണ്ട്. ഇതിന് അറബി ഭാഷയിൽ പറയുന്നത് ജൗറബ് എന്നാണ്. ജൗറബിന്റെ മേൽ തടവൽ അത് അനുവദനീയമാണ്. ഇത്തരം വെള്ളം പ്രവേശിക്കാത്ത കട്ടിയുള്ള സോക്സിന്റെ മേൽ തടവൽ അനുവദനീയമാണ്. ഇനി ഈ തടവൽ അനുവദിക്കപ്പെടുന്നത് എപ്പോഴാണ്, അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചാണ് പറയാനുള്ളത്. 6 നിബന്ധനകളാണ് പറയപ്പെടുന്നത്. അതിലൊന്ന്, രണ്ട് കാലുറയും ശുദ്ധിയോടുകൂടി ധരിച്ചിരിക്കണം. 2 കാലുറയും ശുദ്ധിയോടുകൂടി ആയിരിക്കണം ധരിച്ചിരിക്കേണ്ടത്. അതായത് വുളു ഇല്ലാതെ കാലുറ ധരിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, മറിച്ച് വുളു ചെയ്തതിന് ശേഷം ആയിരിക്കണം ആ ഹുഫ നമ്മൾ ധരിക്കേണ്ടത്. 2 കാൽ കഴുകിയതിനു ശേഷം, ഇനി മറ്റൊരു രൂപം പറയുകയാണ്, 2 കാൽ കഴുകിയതിനു ശേഷം, വുളു പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ല, അവസാനമായിട്ട് ചെയ്യേണ്ടതാണ് കാല് കഴുകുക എന്നുള്ളത്. ഈ കാല് കഴുകലിനെ ആദ്യമേ തന്നെ ചെയ്തു, കാല് കഴുകി അതിനുശേഷം ഹുഫ ഇട്ടു, പിന്നീടാണ് വുളുവിന്റെ ബാക്കിയുള്ള അവയവങ്ങൾ കഴുകി പൂർത്തിയാക്കിയത്. ധരിക്കുകയും പിന്നീട് വുളു പൂർത്തിയാക്കുകയും ചെയ്താലും ആ കാലുറയുടെ മേൽ തടവാവുന്നതാണ്. പക്ഷെ അശുദ്ധി ഉണ്ടാകുന്നതിന് മുമ്പ് വുളു പൂർത്തീകരിച്ചിരിക്കണം. അതിനിടയ്ക്ക് ബാക്കിയുള്ള അശുദ്ധിയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. ചുരുക്കത്തിൽ കാലിൽ ഹുഫ ധരിക്കുന്ന സമയത്ത് ആ കാലിന്റെ ഭാഗം ശുദ്ധിയുള്ളതായിരിക്കണം. അത് ആദ്യമേ തന്നെ കാല് കഴുകിയതിനു ശേഷം പിന്നീട് ഹുഫ ധരിച്ച് പിന്നീട് വുളു പൂർത്തിയാക്കിയാലും അതും കുഴപ്പമില്ല. രണ്ടാമത്തെ നിബന്ധന, 2 കാലുറകളും കണങ്കാലിനെ മറച്ചിരിക്കണം. ചില ഹുഫുകൾ വരുന്നുണ്ട്, ഈ നെരിയാണിക്ക് താഴെ വരുന്ന രൂപത്തിലുള്ള ആ ഒരു ഭാഗത്ത് എലാസ്റ്റിക്, സാധാരണയായിട്ട് ഇപ്പൊ കൂടുതലായിട്ടും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. എലാസ്റ്റിക് ഈ ചെറിയ എന്താ പറയാ നെരിയാണിക്ക് താഴെ വരുന്ന രൂപത്തിൽ, ഇത് നെരിയാണിയുടെ മുകളിൽ കവർ ചെയ്യുകയില്ല, അതിന്റെ താഴെ മാത്രം കവർ ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ സാധാരണയുള്ള ചെരുപ്പുകളുടെ രൂപത്തിൽ വരുന്ന ഹുഫകൾ, ഇത് പറ്റില്ല, മറിച്ച് നെരിയാണി മറയ്ക്കുന്നതായിരിക്കണം. 3, 2 കാലുറയും കീറലിൽ നിന്നും ഒഴിവായിരിക്കണം. ഒരുപാട് കീറലുകൾ വെള്ളം പ്രവേശിക്കുന്ന തരത്തിൽ ആവാൻ പാടില്ല. പാദത്തിന്റെ ചെറിയ വിരലുകളിൽ പെട്ട 3 വിരലിന്റെ അളവ് കീറിയതായാൽ അതിൽ തടവാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരുപാട് കീറലുകൾ വന്നു, ആ കീറലിന്റെ അളവാണ് ഈ 3 വിരലുകളുടെ അളവ് എന്ന് പറയുമ്പോൾ ഏകദേശം വലിയൊരു ഓട്ട വരികയാണെങ്കിൽ, വലിയൊരു തുള വരികയാണെങ്കിൽ അതിലൂടെ വെള്ളം പ്രവേശിക്കാൻ സാധ്യതയുണ്ട്, പ്രവേശിക്കും. അതുകൊണ്ട് അതിൽ ഹുഫയിൽ തടവാൻ പാടില്ല. 4, ഈ ഹുഫ പ്രത്യേകിച്ച് വേറെ കയറോ അല്ലെങ്കിൽ വേറെ നൂലോ ഒന്നും ഉപയോഗിച്ച് കെട്ടാതെ തന്നെ സ്വന്തമായിട്ട് കാലിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതായിരിക്കണം. എന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ട് കാലിൽ നിൽക്കുന്നതായിരിക്കണം. അതേപോലെ 5, പാദങ്ങളിലേക്ക് വെള്ളം എത്തുന്നതിൽ നിന്ന് അവ തടയണം. കട്ടിയുള്ളതായിരിക്കണം. തോല് പോലെയുള്ളതാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായാലും വെള്ളം പ്രവേശിക്കുന്നതിന് തടയും. ഇനി സോക്സ് പോലുള്ളതാണ് എങ്കിൽ അത് കട്ടിയുള്ളതായിരിക്കണം, വെള്ളം പ്രവേശിക്കുന്നതിനെ തടയുന്ന കട്ടിയുള്ളതായിരിക്കണം. അതല്ലാതെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോക്സുകൾ പറ്റില്ല. 6, കാലുറകൾ ധരിച്ചുകൊണ്ട് തുടർച്ചയായി നടക്കുമ്പോൾ അഴിഞ്ഞു വരാതിരിക്കണം. ആ കാലുറകൾ ധരിച്ചുകൊണ്ട് നമ്മൾ കുറച്ചു നേരം കുറച്ച് ചുവട്ടടികൾ എടുത്തു വെക്കുകയാണെങ്കിൽ ആ കാലുറ അഴിഞ്ഞു പോകുന്ന തരത്തിലാണ്, അത്രയും ലൂസ് ആണെങ്കിൽ അതിൽ ഈ ഹുഫ തടവൽ അനുവദനീയമല്ല. കുറച്ചത് അപ്പോഴും നമ്മുടെ കാലിൽ ഉള്ള അവസ്ഥയിലായിരിക്കണം, എങ്കിൽ മാത്രമാണ് ആ ഒരു നിബന്ധനകളോട് കൂടിയാണ് ഹുഫ തടവൽ അനുവദനീയമാകുന്നത്. ഇനി ഈ തടവുന്നതിന്റെ ഫർളും സുന്നത്തും, ഫർളായിട്ടുള്ള അളവ് എത്രയാണ്, ഫർളായ രൂപത്തിൽ തടവുന്നതെങ്കിൽ എത്രത്തോളം തടവാൻ പറ്റും, അതേപോലെ സുന്നത്തായ അളവ്. ഇത് തടവുന്നതിൽ ഫർളായ അളവ്, കൈയുടെ ചെറിയ വിരലുകളിൽ നിന്നുള്ള 3 വിരലിന്റെ അളവ് ഓരോ കാലിന്റെയും വിരലിന്റെ അഗ്രഭാഗത്ത് നിന്നും കാലിന്റെ മുകളിലേക്ക് തടവുന്നതാണ്. അതായത് കൈന്റെ ചെറിയ 3 വിരലുകൾ, ഈ 3 വിരലുകൾ, ആ 3 വിരലുകൾ ഉദാഹരണത്തിന് ഇങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 വിരലുകളെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ കാലിന്റെ വിരൽ ഭാഗത്ത് നിന്നും മുകളിലേക്ക് ഇങ്ങനെ തടവുക. ഇതാണ്
ഫർദാണ്. ഇതെങ്കിലും ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ചെയ്താൽ മാത്രമാണ് ഹുഫ തടവൽ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തടവുന്നതിൽ സുന്നത്തായ അളവ്, അതിന്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ കൈവിരലുകളും ഉപയോഗിച്ച് വിരിച്ച രൂപത്തിൽ കൈവിരലുകളെല്ലാം വെള്ളത്തിൽ ഒന്ന് തൊടുകയും, വെറുതെ കൈ കൊണ്ട് തടവിയാൽ മതിയാവുകയില്ല, മറിച്ച് വെള്ളം തൊട്ടാണ് തടവേണ്ടത്. നമ്മൾ പ്രകാരം തല തടവുന്നോ അതേപോലെ തന്നെ വെള്ളത്തിൽ തൊടുകയും അതേപോലെ വിരലുകൾ എല്ലാം മുഴുവനായിട്ടും ഹുഫയുടെ വിരലിന്റെ അഗ്രത്തിൽ നിന്ന് മുകളിലേക്ക് തടവുകയുമാണ് ചെയ്യേണ്ടത്. ഇവിടെ പ്രത്യേകം NP ഇട്ട് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്, കാലിന്റെ അടിഭാഗമല്ല തടവേണ്ടത്, മറിച്ച് മുകൾ ഭാഗമാണ്. താഴെയുള്ള ഭാഗം സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഈ ഹുഫയുടെ അടിഭാഗത്തല്ലേ ഈ ചളിയും അഴുക്കുകളും ആകുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് താഴ്ഭാഗത്ത് വൃത്തിയാക്കാതെ മുകൾ ഭാഗത്ത് വൃത്തിയാക്കുന്നത്, എന്താണ് അതിന്റെ യുക്തി? ഇസ്ലാം എല്ലാ സമയത്തും യുക്തിക്ക് അനുയോജ്യമല്ല. മനുഷ്യ ബുദ്ധികൾ കൊണ്ട് എന്താ പറയാ, ചിന്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ആവണം എന്നൊരു നിബന്ധന ഇസ്ലാമിന്റെ നിയമങ്ങൾക്കില്ല. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ ഹുഫയുടെ മേൽ തടവുക എന്നുള്ളത്. കാരണം അള്ളാഹു പറഞ്ഞു, അള്ളാഹു പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കില്ല. സമിഅന വഅതഅന, മുഅ്മിനീങ്ങളുടെ സിഫാത്തുകളെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, സമിഅന വഅതഅന, നമ്മൾ കേട്ടു. അല്ലാഹുവേ, നീ എന്താണോ പറഞ്ഞത് അത് നമ്മൾ കേട്ടു, വഅതഅന, നമ്മൾ അനുസരിക്കുകയും ചെയ്തു. ഇതാണ് ഒരു മുഅ്മിൻ ഉണ്ടായിത്തീരേണ്ട സിഫത്ത്, ഒരു ഗുണവിശേഷം. അപ്പൊ ഈ രൂപത്തിൽ എന്താണോ ഖുർആനും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയപ്പെട്ടിട്ടുള്ളത്, ആ രൂപത്തിൽ അനുസരിക്കുക, ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ആ ഒരു ജീവിതത്തിലാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയമുള്ളത് എന്ന ആ ഒരു വിശ്വാസം, അതാണ് മുഅ്മിനീങ്ങൾക്കുള്ളത്. പിന്നെ ഖുഫകളുടെ മേൽ തടവുന്നതിന്റെ സമയപരിധി എത്ര ദിവസം അല്ലെങ്കിൽ എത്ര സമയം ഇത് തടവാൻ പറ്റും? ഒരിക്കൽ ആ ഖുഫ ഇട്ട് കഴിഞ്ഞാൽ, ഖുഫ ധരിച്ചു കഴിഞ്ഞാൽ, നാട്ടിൽ താമസിക്കുന്ന വ്യക്തി എന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്ന വ്യക്തിയല്ല, മറിച്ച് നാട്ടിൽ തന്നെ താമസിക്കുന്ന വ്യക്തിയാണ്, ആ വ്യക്തിക്ക് ഒരു രാവ് ഒരു പകല്, ഒരു രാത്രി ഒരു പകല് തടവാം. എന്ന് വെച്ചാൽ 24 മണിക്കൂർ. ആ 24 മണിക്കൂറിന്റെ സമയം ആരംഭിക്കുന്നത് ഈ നമ്മൾ വുളു ചെയ്യുകയും പിന്നീട് ഖുഫ ധരിക്കുകയും ചെയ്തതിനു ശേഷം എപ്പോഴാണോ നമ്മുടെ വുളു മുറിയുന്നത്, വുളു മുറിയുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാകും, ആ വുളു മുറിയുന്നതിൽ നിന്നുള്ള ഏതെങ്കിലും കാരണത്തിലൂടെ വുളു എപ്പോഴാണോ ആദ്യമായി മുറിയുന്നത്, ആ ഒരു ടൈം മുതൽക്കാണ് ഈ 24 മണിക്കൂർ ആരംഭിക്കുന്നത്. യാത്രക്കാരനാണെങ്കിൽ 3 രാത്രി 3 പകലുകൾ, 3 രാവും 3 പകലുകളുമാണ് അവന് ഖുഫ തടവാനുള്ള സമയം എന്ന് പറയുന്നത്. അത്രയും തടവാൻ സാധിക്കും, 3 ദിവസങ്ങൾ തുടർച്ചയായിട്ട് തടവാൻ പറ്റും. ചെയ്യുന്ന ബാക്കി എല്ലാ അവയവങ്ങളും, തല തടവേണ്ട ഭാഗത്ത് തല തന്നെ തടവണം, അതേപോലെ ബാക്കിയുള്ള അവയവങ്ങൾ കഴുകുക തന്നെ വേണം. പക്ഷെ കാല് വെള്ളം ഒഴിച്ച് കഴുകേണ്ടതില്ല, മറിച്ച് ഈ ഹുഫയുടെ മുകളിലൂടെ നമ്മൾ പറഞ്ഞതുപോലെ വെള്ളത്തിൽ ടച്ച് ചെയ്ത് ആ വിരലിന്റെ അഗ്രഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒന്ന് തടവിയാൽ മതിയാകുന്നതാണ് 2 കാലിലും. ഇനി തടവുന്നതിന്റെ കാലം ആരംഭിക്കുന്നത് കാലുറ ധരിച്ചതിന് ശേഷം അശുദ്ധി ഉണ്ടായ സമയം, ആ വുളു മുറിഞ്ഞത് മുതൽക്കാണ് ആ ഒരു സമയം ആരംഭിക്കുന്നത്. ഇനി കാലുറകളുടെ മേലുള്ള തടകലിനെ മുറിക്കുന്ന കാര്യങ്ങൾ, വുളുവിനെ മുറിക്കുന്ന കാര്യങ്ങൾ, തൈമൂമിനെ മുറിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പോലെ തന്നെ കാലുറകളുടെ മേൽ ഉള്ള തടകലിനെ മുറിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 1, വുളുവിനെ മുറിക്കുന്ന എല്ലാ കാര്യങ്ങളും തടകലിനെയും മുറിക്കും. വുളുവിനെ മുറിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ അത് തടവലിനെയും മുറിക്കുന്നതാണ്. 2, ഖുഫ ഊരി വരൽ അല്ലെങ്കിൽ അഴിഞ്ഞു പോകൽ. നമ്മള് നിബന്ധനകളുടെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഖുഫ ഒന്നും മറ്റൊരു വസ്തുക്കളും ഉപയോഗിച്ച് കെട്ടാതെ സ്വന്തമായിട്ട് അത് നമ്മുടെ കാലിൽ നിൽക്കാൻ ഫിറ്റ് ആയിരിക്കണം. ഇനി അത് തന്നെത്താൽ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആ വുളു ഇല്ലാതെയായി തീരുന്നതാണ്. പിന്നീട് ആ ഖുഫ കാല് ഒന്നുകൂടെ വൃത്തിയാക്കേണ്ടതാണ്, അല്ലെങ്കിൽ വുളുവിനെ ഒന്നുകൂടെ മുടക്കേണ്ടതാണ്. 3, പാദത്തിന്റെ അധിക ഭാഗം വെളിവാവില്ല. കാലിന്റെ അധിക ഭാഗം വെളിവാവുക. ഖുഫ പൂർണ്ണമായിട്ട് ഊരി പോയിട്ടില്ല, പക്ഷെ കാലിന്റെ അധിക ഭാഗവും വെളിവായി. അങ്ങനെയാണെങ്കിലും ഈ ഖുഫ തടവേത് ഇല്ലാതെയായി തീരുന്നതാണ്. 4, തടകലിന്റെ കാലാവധി തീരൽ. നാട്ടിൽ താമസിക്കുന്നവന് 1 ദിവസമാണ്, 24 മണിക്കൂറാണ്, 1 രാത്രി 1 പകലാണ്. അതേപോലെ യാത്രക്കാരന് 3 ദിവസമാണ്. ഈ ഒരു സമയപരിധി, ഈ ഒരു വാലിഡിറ്റി കഴിഞ്ഞ് കിടക്കുക എന്നുള്ളത്. 5, ഹുഫയിലൂടെ 2 പാദങ്ങളിൽ ഒന്നിന്റെ അധിക ഭാഗത്തേക്ക് വെള്ളം എത്തിച്ചേരൽ. ഓട്ടകൾ ഉണ്ടായി, ചെറിയ ഓട്ടകളാണ്,
പക്ഷെ ആ ചെറിയ ഓട്ടകളിലൂടെയും വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളം പ്രവേശിക്കുമ്പോൾ അങ്ങനെ കാലിന്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിച്ചേരുക എന്നുള്ളത് അത് ഹുഫ തടവലിനെ മുറിക്കുന്ന ഒരു കാര്യമാണ്. അതോടുകൂടി അവന്റെ ആ ഒരു ഹുഫ തടവിയത് ഇല്ലാതെയാവുന്നതാണ്. പിന്നീട് വുളു ഒന്നുകൂടെ ആദ്യം മുതൽക്ക് ചെയ്യുന്നതാണ്. ഇത് ഹുഫയുടെ കാര്യം മാത്രമാണ്. ഇവിടെ എംബിട്ട് കൊടുത്തിട്ടുണ്ട്, തലപ്പാവിന്റെ മേലോ തൊപ്പിയുടെ മേലോ മുഖമക്കനയുടെ മേലോ തടവാൻ പാടില്ല. ഇത് തല തടവുന്നതിന് പകരമാവില്ല. ഈ തലയിൽ നമ്മുടെ തട്ടമുണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ, അതേപോലെ പുരുഷന്മാർക്കാണെങ്കിൽ തലപ്പ അല്ലെങ്കിൽ ഷോൾ ഇട്ടിട്ടുണ്ട്, അതിന്റെ മുകളിലൂടെ തടവിയാൽ മതിയാവും? ഇല്ല, പറ്റില്ല. കാരണം ഹദീസിൽ ഇതിനെ അനുവദിച്ചുകൊണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ തലപ്പാവ്, യുദ്ധത്തിൽ പ്രത്യേകം ധരിക്കാറുള്ള തൊപ്പി, ആ ഒരു തൊപ്പിയുടെ മുകളിലൂടെ തന്നെ വുളു തല തടവിയതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അത് പ്രത്യേക സന്ദർഭത്തിലാണ്, കാരണം യുദ്ധത്തിന്റെ സന്ദർഭം എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു നിയമം നമുക്ക് മനസ്സിലാക്കാനുള്ളത് പ്ലാസ്റ്റർ, ബാൻഡേജ് മുതലായവയുടെ മേലുള്ള തടവലാണ്. നമുക്കൊന്ന് സ്പീഡപ്പ് ആക്കാം ഇൻഷാ അല്ലാഹ്. ഒന്ന്, ഒരു അവയവത്തിൽ മുറിവുണ്ടാവുകയും മുറിവിന്റെ മേൽ കെട്ടുകയോ മറ്റോ ചെയ്താൽ ആ അവയവം കഴുകുന്നതിന് പ്രയാസമുണ്ടായാൽ അല്ലെങ്കിൽ തടകാൻ സാധിക്കുന്നില്ലെങ്കിൽ അവയുടെ മുകളിൽ തടവാവുന്നതാണ്. പ്ലാസ്റ്റർ കയ്യിൽ കെട്ടിയിട്ടുണ്ട്, മുറിവായിട്ടുണ്ട്, ആ ഭാഗത്ത് വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റുകയില്ല എങ്കിൽ ആ പ്ലാസ്റ്ററിനെ അഴിച്ചു മാറ്റി അല്ലെങ്കിൽ ആ ബാൻഡേജിനെ അഴിച്ചു മാറ്റി അവിടത്തേക്ക് വെള്ളം എത്തിക്കൽ നിർബന്ധമില്ല. കാരണം ഖുർആനിലുണ്ട്, അള്ളാഹു ഒരാളെയും അവന് സാധിക്കുന്നതിനപ്പുറത്തേക്കായിട്ട് ബുദ്ധിമുട്ടിക്കുകയില്ല, നിർബന്ധിക്കുകയില്ല എന്നുള്ള രൂപത്തിൽ. ബുദ്ധിമുട്ടിക്കുകയില്ല എന്നല്ല, നിർബന്ധിക്കുകയില്ല. പിന്നെ ആ മുറിവ് ഉണങ്ങുന്നത് വരെ ഇപ്രകാരം വെച്ചുകെട്ടിന്റെ മേൽ തടവാം. ആ ബാൻഡേജിന്റെ മുകളിൽ എപ്പോഴാണോ ആ ബാൻഡേജ് അഴിച്ചു മാറ്റുന്നത്, ആ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങി ഷിഫ ആവുന്നത്, അതുവരെ ഈ രൂപത്തിൽ തന്നെ തടവിയാൽ മതിയാവും. ബാക്കിയുള്ള അവയവങ്ങൾ, ഉദാഹരണത്തിന് രണ്ട് കയ്യിൽ ഒരു കൈയിലാണ് മുറിവുള്ളത് എങ്കിൽ ആ മുറിവുള്ള ഭാഗത്ത് മാത്രം വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തടവുക. ബാക്കിയുള്ള ഒരു കൈ, കുഴപ്പമില്ലാത്ത ഒരു കൈ കഴുകുക തന്നെ അത്യാവശ്യമാണ്. ഈ മുറിവുള്ള അല്ലെങ്കിൽ ബാൻഡേജ് കെട്ടിയ ഭാഗം മാത്രമാണ് തടവൽ അനുവദനീയമാവുന്നത്, അല്ലാത്ത ഭാഗങ്ങൾ കഴുകുക തന്നെ വേണം. ഇനി മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് വെച്ച് കെട്ട് വീണ് പോയാൽ ആ തടകൽ അസാധുവാകുകയില്ല. നമ്മൾ ഹുഫയുടെ കൂട്ടത്തിൽ പറഞ്ഞു, ഹുഫ ധരിക്കുകയും ഹുഫയുടെ മേൽ തടവുകയും ചെയ്തു, പിന്നീട് ആ ഹുഫ ഊരിപ്പോയി കഴിഞ്ഞാൽ ആ ഹുഫയുടെ മേൽ തടവൽ ഇല്ലാതെയായി തീരുന്നതാണ്. അതുപോലെയല്ല, മറിച്ച് ഈ നമ്മൾ വുളു ചെയ്തു, ബാൻഡേജ് കെട്ടി കയ്യിൽ, എന്നിട്ട് അതിന്റെ മുകളിൽ തടവി, അങ്ങനെ വുളു നമ്മൾ ചെയ്തു, ബാൻഡേജ് അറിയാതെ അഴിഞ്ഞുപോയി എങ്കിൽ അത് നമ്മുടെ വുളുവിനെ ഒന്നും ബാത്തിലാക്കുകയില്ല, ഇല്ലാതെയാക്കുകയില്ല. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വുളു ഉള്ള വ്യക്തി തന്നെയാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് വീണ്ടും തടവലിനെ മടക്കലാണ്. വീണ്ടും മടക്കലാണെന്ന് വെച്ചാൽ വീണ്ടും ഒന്നുകൂടെ വുളു ചെയ്യലാണ് ഏറ്റവും നല്ലത്. അല്ല എങ്കിൽ ഒന്നുകൂടെ ആ ബാൻഡേജ് കെട്ടിയതിനു ശേഷം ഒന്നുകൂടെ വെള്ളം തൊട്ട് തടവലാണ് ഏറ്റവും നല്ലത്. ഇനി ഒരുവൻ ചെങ്കണ്ണ് ബാധിക്കുകയും മുസ്ലിമായ വിശ്വസ്തനായ നിപുണനായ ഡോക്ടർ കണ്ണ് കഴുകാൻ പാടില്ല. ഇപ്പൊ വെള്ളം കണ്ണിലേക്ക് എത്തിയാൽ അത് ചൊറി കൂടുതലാക്കാനും അതേപോലെ കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും കാരണമാകുമെന്നൊരു വിശ്വസ്തനായ ഡോക്ടർ പറയുകയാണ് എങ്കിൽ മുഖം കഴുകുന്ന സമയത്ത് ബാക്കിയുള്ളവിടെ എല്ലാം കഴുകുകയും കണ്ണിന്റെ ഭാഗത്ത് തടവുകയും ചെയ്യാവുന്നതാണ്, വെള്ളം തൊട്ട് തടവുകയും ചെയ്യാവുന്നതാണ്. പിന്നെ കാലുറയുടെ മേലോ പ്ലാസ്റ്ററിന്റെ മേലോ തലയുടെ മേലോ തടവുന്നതിന് നീയത്തിന്റെ ആവശ്യമില്ല. കാലുറ ഹുഫയുടെ മേൽ തടവുക, അതേപോലെ തന്നെ ഈ ബാൻഡേജ് പ്ലാസ്റ്ററിന്റെ മേൽ തടവുക, അതിനൊന്നും നീയത്ത് വേണ്ട. പക്ഷെ നീയത്ത് വേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞിരുന്നു, തൈമും. കാരണം തൈമുമിന് എന്തുകൊണ്ടാണ് ഈ നീയത്ത് അത്യാവശ്യമാണെന്ന് പറയുന്നത്? അത് വുളൂഇന് പകരമായതിന്റെ പേരിലാണ്. വുളൂ ചെയ്യലാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ആ വുളൂ ഇല്ലാത്ത, വെള്ളം ലഭിക്കാത്ത അവസ്ഥയിൽ ആ വെള്ളത്തിന് പകരമാകുന്ന മണ്ണ് കൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ വുളൂഇന് പകരമായി നമ്മൾ തൈമും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ നിയ്യത്ത് അത്യാവശ്യമാണ് എന്ന് പറയുന്നത് തൈമുമിന്റെ വിഷയത്തിൽ മാത്രം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളത് നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പൊ നമസ്കാരം ആർക്കൊക്കെയാണ് നിർബന്ധമാകുന്നത്, അതേപോലെ നമസ്കാരം മുറിയുന്ന കാര്യങ്ങൾ എന്താണ്, നമസ്കാരത്തിന്റെ നിബന്ധനകൾ, നമസ്കാരത്തിന്റെ ഫർളുകൾ, സുന്നത്തുകൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും
നമുക്ക് ഇൻഷാല്ലാ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ അയക്കപ്പെട്ടിട്ടുള്ള PDF ഒന്ന് കയ്യിലെടുത്തോളൂ മൊബൈലിൽ. ഇൻഷാല്ലാ ഈ നമ്മുടെ സൂമിന്റെ ഇതൊന്ന് ബാക്കിലേക്ക് ആക്കിയിട്ട് ഇൻഷാല്ലാ ഈ ഫിഖിന്റെ ആ ഒരു PDF എടുത്താൽ മതിയാവും. അതിൽ തുടക്കത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫിഖിന്റെ ചില സാങ്കേതിക പദങ്ങൾ, ഫിഖുമായിട്ട് ബന്ധപ്പെട്ട ചില സാങ്കേതിക പദങ്ങൾ. അതിൽ ഫിഖ് എന്താണെന്ന് പറഞ്ഞിരുന്നു? ഇജ്തിഹാദിലൂടെ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ള ഗവേഷണം, ഷറഇന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കലാണ്. അതായത് ഖുർആനും ഹദീസും മുന്നിൽ വെച്ചുകൊണ്ട് ആ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള, നമ്മുടെ ഇബാദത്തുകൾക്ക് ആവശ്യമായിട്ടുള്ള വിധിവിലക്കുകൾ, മസായിലുകൾ അത് മനസ്സിലാക്കുക. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഫിഖ് എന്ന് പറയുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫർള്, ഫർളൈൻ, ഫർള് കിഫായ, സുന്നത്ത്, വാജിബ്, സുന്നത്തിന്റെ തന്നെ സുന്നത്ത് മുഅക്കദ, സുന്നത്ത് ഗൈറു മുഅക്കദ, അങ്ങനെയുള്ള ചില പദങ്ങൾ. ആ പദങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? ഇതെല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതാണ് തുടക്കത്തിലുള്ള ഭാഗത്ത് പറയുന്നത്. പിന്നെ കുറച്ച് താഴേക്ക് വന്നാൽ, അതായത് 3-ാമത്തെ പേജിൽ താഴെയായിട്ട് ത്വഹാറത്ത്, അതായത് വൃത്തി. ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തി. അറബിയിൽ തൊഹറ എന്ന് പറഞ്ഞാൽ വൃത്തിയാവുക എന്നാണ് അർത്ഥം, ആ ഒരു പദത്തിന്റെ അർത്ഥം. അതേപോലെ ത്വാഹിർ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളവൻ അല്ലെങ്കിൽ ശുദ്ധിയുള്ള വസ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഈ ത്വഹാറത്ത് 2 വിധമുണ്ടെന്ന് പറഞ്ഞു. ത്വഹാറത്ത് 2 വിധം. ഒന്ന് അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി, മറ്റൊന്ന് നജസിൽ നിന്നുള്ള ശുദ്ധി. അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഏതുമായിട്ട്? നജസ്, നജാസത്ത് 2 വിഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ ത്വഹാറത്തും 2 വിഭാഗമുണ്ട്. നജാസത്ത് 2 വിഭാഗമുണ്ട്. നജാസത്തുൻ ഹുക്മിയ എന്ന് പറഞ്ഞാൽ നിയമപരമായ നജാസത്ത്, നമുക്ക് കാണാനോ അല്ലെങ്കിൽ തൊടാനോ ഒന്നും പറ്റാത്ത, നമ്മുടെ ശരീരത്തിൽ ഒന്നും മനസ്സിലാവില്ല, അതിന്റെ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് കുളി നിർബന്ധമായ വ്യക്തി അല്ലെങ്കിൽ വുളു ഇല്ലാത്ത വ്യക്തി, വുളു ഉള്ള വ്യക്തിയും വുളു ഇല്ലാത്ത വ്യക്തിയും തമ്മിൽ യാതൊരു വ്യത്യാസം മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള അശുദ്ധിക്കാണ് എന്ത് പറയുന്നത്? നജാസത്തുൻ ഹുക്മിയ, എന്താ പറയാ, ഹുക്മിയായ നജാസത്ത് എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ നിന്നും ശുദ്ധിയാവുന്നതിനെയാണ് എന്ത് പറയുന്നത്? അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്ന് പറയുന്നത്. അങ്ങനെ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുന്നതിന് 2 രൂപമുണ്ട്. 3 രൂപങ്ങളാണുള്ളത്. ഒന്ന് വുളു ചെയ്യുക, മറ്റൊന്ന് കുളിക്കുക. ഇനി ഇത് രണ്ടിനും പകരമാവുന്ന രൂപത്തിൽ തൈമം ചെയ്യുക. തൈമം ചെയ്യുക എന്നുള്ളത് ഒരേ സമയം കുളിക്കും വുളുവിനും പകരമായത് തന്നെയാണ്. അത് ഈ വെള്ളം ഇല്ലാത്ത സന്ദർഭത്തിൽ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിലാണ് തൈമം ചെയ്യൽ അനുവദിക്കപ്പെടുന്നത്. അതേപോലെ 2-ാമത്തെ ത്വഹാറത്ത്. ത്വഹാറത്തിന്റെ 1-ാമത്തെ വിഭാഗം പറഞ്ഞു, ഒന്ന് അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്ന് വെച്ചാൽ നജാസത്തിന്റെ 2 വിഭാഗത്തിൽ ഒന്ന് നജാസത്തുൻ ഹുക്മിയ, കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള നജാസത്തുകൾ, വിധിപ്രകാരമുള്ള നജസുകൾ. മറ്റൊന്ന് 2-ാമത്തെ ത്വഹാറത്ത് നജസിൽ നിന്നുള്ള ശുദ്ധി, യഥാർത്ഥ രൂപത്തിലുള്ള നജസ്, ഈ കാഷ്ടം, മലം, മൂത്രം പോലെ നമ്മുടെ ശരീരത്തിൽ പറ്റാവുന്ന, വസ്ത്രത്തിൽ, അതേപോലെ നമസ്കരിക്കുന്ന സ്ഥലത്ത് പറ്റാവുന്ന നജാസത്ത്, ഇതിൽ നിന്നും ശുദ്ധിയാവുക. അതാണ് നമ്മുടെ നജാസത്തിന്റെ കൂട്ടത്തിൽ നജാസത്തുൻ ഹഖീഖിയ എന്ന് പറയുന്നത്. നജാസത്തുൻ ഹഖീഖിയ എന്ന് പറഞ്ഞാൽ, ഹഖീഖിയ എന്നുള്ള അറബി പദത്തിന് അർത്ഥം യഥാർത്ഥ രൂപത്തിലുള്ള എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥ രൂപത്തിലുള്ള നജാസത്താണ്. അപ്പൊ അങ്ങനെയുള്ള നജാസത്തുകളെ വൃത്തിയാക്കേണ്ട വിധം അത് ഇൻഷാല്ലാഹ് നമുക്ക് പഠിക്കാവുന്നതാണ്. ആ നജസിനെ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിലൂടെയാണ് അത് ശുദ്ധിയാവുക. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒരൽപ്പം നജസാവുകയാണ്, ഒരൽപ്പം രക്തമാവുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കള്ളോ ബാക്കിയുള്ള എന്തെങ്കിലും ആവുകയാണെങ്കിൽ അതിനെ പരിപൂർണമായിട്ടും ശുദ്ധീകരിച്ചതിലൂടെ മാത്രമേ ആ ഒരു ശുദ്ധി കൈവരിക്കുകയുള്ളൂ. എന്നാൽ നജാസത്തുൻ ഹുക്മിയ, അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി, ഇത് കിട്ടണമെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, ഒരാൾക്ക് വുളു മുറിഞ്ഞുപോയി, കീഴ്വായു മുഖേന വുളു മുറിഞ്ഞുപോയി, ആ ഭാഗത്തെല്ലാം നമ്മൾ വൃത്തിയാക്കുന്നത്, മറിച്ച് വുളു ചെയ്യുകയാണ് ചെയ്യുന്നത്, കൈയും കാലും മുഖവും എല്ലാം കഴുകുകയാണ് ചെയ്യുന്നത്. പിന്നെ ശുദ്ധിയാക്കാൻ പറ്റുന്ന വെള്ളങ്ങൾ, അതിൽ ഒരുപാട് വെള്ളങ്ങൾ പറയുന്നുണ്ട്. മഴവെള്ളം, പുഴവെള്ളം, കിണർവെള്ളം. ചുരുക്കത്തിൽ വെള്ളം എന്ന് പറയപ്പെടാൻ നമുക്ക് പറ്റാവുന്ന എല്ലാ വെള്ളങ്ങളും ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. ആ വെള്ളം എന്ന് പറയപ്പെടാൻ പറ്റുന്നതായിരിക്കണം, ആ വെള്ളത്തോടൊന്നും ചേരാൻ പാടില്ല. അത് ശേഷം വരുന്നുണ്ട്, ശുദ്ധിയുള്ള വസ്തുക്കൾ കലരുന്നതായിട്ടുള്ള
വെള്ളം അതുകൊണ്ട് വുളു ചെയ്യാനും കുളിക്കാനും പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. പിന്നെ വെള്ളത്തിന്റെ വിഭാഗങ്ങൾ 5 രൂപത്തിലുള്ള വിഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. 5 രൂപത്തിലാണ് വെള്ളത്തിന്റെ വിഭാഗങ്ങൾ എന്ന്. അതിലൊന്ന് സ്വയം ശുദ്ധിയുള്ളത്, ത്വാഹിറാണ്, മുത്തഹിറാണ്. സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ്. അതായത് സാധാ നമ്മളുടെ കുടിക്കുന്ന ബാക്കിയുള്ള വെള്ളം അത് ഉപയോഗിച്ച് നമുക്ക് വുളു ചെയ്യാം, കുളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. 2 സ്വയം ശുദ്ധിയുള്ളതാണ്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കൽ കറാഹത്തുമുള്ളതുമായ മറ്റൊന്നിനെ ശുദ്ധീകരിക്കുകയും എന്നാൽ ഉപയോഗിക്കൽ കറാഹത്തുള്ളതുമായ വെള്ളം. അത് ഏതൊക്കെയാണ്? പാമ്പ്, പൂച്ച, കോഴി, പക്ഷി മുതലായവ കുടിച്ചതിന്റെ ബാക്കി വെള്ളം എന്നിവയാണ് എന്ത് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത്. ത്വാഹിറാണ്, മുത്തഹിറാണ്, പക്ഷെ ഉപയോഗിക്കൽ കറാഹത്താണ്. അതേപോലെ തന്നെ നമ്മളെ വുളു ചെയ്ത വെള്ളം, മുസ്താമലായ വെള്ളം എന്ന് പറയുന്നത്, അതും ഉപയോഗിക്കൽ തന്നെയാണ്, കറാഹത്താണ്. 3 ത്വാഹിറാണ്, പക്ഷെ മുത്തഹിറാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ സംശയമുള്ളത്. കഴുത, കോവർ കഴുത എന്നിവ കുടിച്ച മിച്ച വെള്ളത്തിനെയാണ് എന്ത് പറയുന്നത്, ഈ രൂപത്തിൽ പറയുന്നത്. ശേഷം നമ്മൾ ഒരു പ്രത്യേകം ഒരു പാഠത്തിലായിട്ട് പറയുന്നുണ്ട് മൃഗങ്ങൾ കുടിച്ച മിച്ചം വെള്ളത്തിന്റെ വിധികൾ. അതിൽ മനുഷ്യൻ കുടിച്ചതിന്റെ, കുതിര കുടിച്ചതിന്റെ, അങ്ങനെ ഓരോന്നും കുടിച്ചതിന്റെ വ്യത്യസ്ത നിയമങ്ങൾ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ അത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഏത് മൃഗത്തിന്റെ ഉമിനീര് ശുദ്ധിയുള്ളതാണോ ആ മൃഗം കുടിച്ച് മിച്ചം വെച്ച വെള്ളം ശുദ്ധിയുള്ളതാണ്. ഉദാഹരണത്തിന് മനുഷ്യൻ അല്ലെങ്കിൽ കുതിര പോലുള്ളവ അത് കുടിച്ച് അവയുടെ ഉമിനീരും ശുദ്ധിയുള്ളതാണ്, നജസല്ല, അതേപോലെ കറാഹത്തുമല്ല. അതുകൊണ്ട് തന്നെ അവ കുടിച്ച് മിച്ചം വെച്ച് ബാലൻസ് ആയിട്ടുള്ള വെള്ളം ശുദ്ധിയുള്ളത് തന്നെയാണ്. നമുക്ക് വുളുവിനും അതേപോലെ കുളിക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി 5ാമത്തെ വിഭാഗം നജസായ വെള്ളം. 5ാമത്തേത് അല്ല 4 ത്വാഹിറാണ്, മുത്തഹിറല്ല. സ്വയം ശുദ്ധിയുള്ളതാണ്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാത്ത വെള്ളമാണ്. അത് കുളിക്കാനോ വുളു ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് അതിൽ വരുന്നത്. 5 നജസായ വെള്ളം എന്ന് വെച്ചാൽ സ്വയം ശുദ്ധിയുള്ളതേ അല്ല, സ്വയം ശുദ്ധിയുള്ളതല്ലാത്തത് മറ്റൊന്നിനെ ഒരിക്കലും ശുദ്ധീകരിക്കുകയില്ല, അങ്ങനെയുള്ള വെള്ളം. പിന്നെ ഈ വെള്ളത്തിന്റെ അവസ്ഥയെ പരിഗണിച്ച് വെള്ളത്തെ 2ആക്കി നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം, ഒരു ഭാഗത്ത് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന വെള്ളം, മറ്റൊന്ന് ഒഴുകുന്ന വെള്ളം. ഈ കെട്ടിക്കിടക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുന്ന വെള്ളത്തെ 2 രൂപത്തിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന് കൂടിയ വെള്ളം, മറ്റൊന്ന് കുറഞ്ഞ വെള്ളം. അൽ മാഉൽ കസീർ, അൽ മാഉൽ ഖലീൽ എന്ന് അറബിയിൽ പറയും. കുറഞ്ഞ വെള്ളം, അതേപോലെ കൂടിയ വെള്ളം. ഇതിന്റെ പരിധി എന്താണ്? 10 അടി വീതി, 10 അടി നീളം, അതേപോലെ 1 ചാൺ അളവിലുള്ള ആഴം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലാണ് എങ്കിൽ സാധാരണ നമ്മുടെ കൗതുകളിലുള്ള വെള്ളം അത് കൂടിയ വെള്ളമാണ്. മറ്റേത് കുറഞ്ഞ വെള്ളമാണ്. ഏത് ഈ 10 അടി 10 വീതിയെക്കാളും 10 നീളത്തെക്കാളും കുറഞ്ഞതാണ് എങ്കിൽ ഒരൽപ്പം ബക്കറ്റിലുള്ള വെള്ളം ഇതൊക്കെ കുറഞ്ഞ വെള്ളമാണ്. എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? രണ്ടും ശുദ്ധിയുള്ളത് തന്നെയാണ്, രണ്ടും കൊണ്ട് വുളു ചെയ്യാൻ പറ്റും. ഒരു കോപ്പയിലുള്ള വെള്ളമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലുള്ള വെള്ളമാണെങ്കിൽ പോലും, ഗ്ലാസ്സിലുള്ള വെള്ളം, കപ്പിലുള്ള വെള്ളം, ബക്കറ്റിലുള്ള വെള്ളം ഇതൊക്കെ കുറഞ്ഞ വെള്ളമാണ്. പക്ഷെ അതും ശുദ്ധിയുള്ളത് തന്നെയാണ്, വുളു ചെയ്യാനും എല്ലാം പറ്റും. പക്ഷെ വ്യത്യാസം എവിടെയാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്? വ്യത്യാസം കുറഞ്ഞ വെള്ളമാണ് എങ്കിൽ, ഈ 10 അടി വീതി 10 അടി നീളത്തെക്കാൾ കുറഞ്ഞതാണെങ്കിൽ നജാസത്ത് ഒരു ഡ്രോപ്പാണ്, ഒരു തുള്ളിയാണ് വീഴുന്നതെങ്കിൽ പോലും വീണ ഉടനെ തന്നെ അത് അശുദ്ധിയായി തീരുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ ഒരു വട്ട വെള്ളം, ഒരു വലിയ പാത്രത്തിലുള്ള വെള്ളം, അതിൽ ഒരു തുള്ളി രക്തമോ ഒരു തുള്ളി മൂത്രമോ വീഴുകയാണെങ്കിൽ പോലും അത് മുഴുവനായിട്ട് നജസായി തീരുന്നതാണ്. അതിൽ ആ നജാസത്തിന്റെ അടയാളമോ മണമോ ഒന്നും ഉണ്ടാവില്ല. ഒരു തുള്ളി, ഇത്ര വലിയ ബക്കറ്റില് ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ അടയാളം മനസ്സിലാവില്ല. പക്ഷെ എങ്കിൽ പോലും ആ തുള്ളി വീണതായിട്ട് നമുക്ക് മനസ്സിലായാൽ, നമുക്ക് അറിയില്ല എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് അശുദ്ധിയുള്ളതാണ്. പിന്നീട് അതിനെ നമുക്ക് വുളു ചെയ്യാനോ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുകയില്ല. അത് ഉപയോഗിച്ച് എന്തെങ്കിലും വസ്ത്രങ്ങൾ കഴുകിയാൽ പോലും അതൊക്കെ അശുദ്ധിയുള്ളതായി തീരുന്നതാണ്. അതിനെ വീണ്ടും ഒന്നുകൂടെ കഴുകൽ അത്യാവശ്യമായി തീരുന്നതാണ്. പിന്നെ ഈ 10 അടി വീതി 10 അടി നീളത്തേക്കാൾ കൂടിയതാണെങ്കിൽ, മനസ്സിൽ കൂടിയ വെള്ളമാണെങ്കിൽ, അത് മാവുൽ കസീർ ആണെങ്കിൽ, ഒരു ഡ്രോപ്പ് വീഴുന്നത് കൊണ്ട് മാത്രം അത് നജസായി തീരുന്നില്ല. മറിച്ച് ആ ഒരു നജസ് വീഴുകയും അതിന്റെ നിറമോ മണമോ രുചിയോ
ഇതിലേതെങ്കിലും ഒന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത് വരെയാണ് വെളിവായാൽ മാത്രമാണ് അത് നജസായി തീരുക. ഉദാഹരണത്തിന് അത്രയും വലിയ വെള്ളത്തിൽ ഒരൽപ്പം നജസ് വീഴുന്നതുകൊണ്ട് ഒരിക്കലും അത് അശുദ്ധിയായി തീരുന്നില്ല, നജസ് ആവുന്നില്ല. മറിച്ച് കുറച്ച് കൂടുതൽ വീണും ആ വെള്ളത്തിൽ അതിന്റെ നിറം അല്ലെങ്കിൽ അതിന്റെ രുചി, മണം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അത് നജസ് ആവുന്നത്. അപ്പൊ കെട്ടിക്കിടക്കുന്ന വെള്ളം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കുറഞ്ഞ വെള്ളം, മറ്റൊന്ന് കൂടിയ വെള്ളം. പിന്നെ ഒഴുകുന്ന വെള്ളം രണ്ടാമത്തേതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം, മറ്റൊന്ന് ഒഴുകുന്ന വെള്ളം. ഒഴുകുന്ന വെള്ളത്തിന്റെ പ്രത്യേകത, ഒഴുകുന്ന വെള്ളത്തിൽ നജാസത്ത് കൂടിയ വെള്ളത്തെ പോലെ തന്നെയാണ്. നജാസത്ത് ഒരു ഡ്രോപ്പ് വീണതുകൊണ്ട് ഒരിക്കലും ആ നജസായി തീരുന്നില്ല. കാരണം അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്. അത് കുറച്ചാണെങ്കിൽ പോലും അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ശുദ്ധിയുള്ളതായി തീരുന്നതാണ്. അത് എപ്പോഴാണ് നജസാവുന്നത്? നജസ് വീഴുകയും ആ നജസിന്റെ അടയാളം വ്യക്തമാവുകയും വെളിവാവുകയും ചെയ്യുമ്പോഴാണ് അത് നജസായി തീരുന്നത്. പിന്നെ അടുത്ത ഒരു ഹെഡിങ്ങിൽ പറയുന്നത് ശുദ്ധിയുള്ള വസ്തുക്കൾ കലർന്ന വെള്ളത്തിന്റെ നിയമം. ഇത് ശുദ്ധിയുള്ള വസ്തുക്കൾ അത് കലരുകയും വെള്ളത്തിന്റെ ആ ഒരു തനിമ നഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വുളുവും കുളിയും പറ്റുകയില്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ മുസ്താമലായ വെള്ളം എന്ന് പറഞ്ഞാൽ കുളിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വുളു ചെയ്യാനോ വേണ്ടിയിട്ട് ഉപയോഗിച്ച വെള്ളം. ആ വെള്ളം ശുദ്ധിയുള്ള വെള്ളവുമായിട്ട് മിക്സായി കലർന്നു പോവുകയാണ് എങ്കിൽ അതിൽ ശതമാനത്തെ നോക്കണം. 50%-ത്തേക്കാൾ കൂടുതൽ ഏതാണോ മുസ്താമലായ വെള്ളമാണ് കൂടുതലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നോർമലായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കൂടുതലെങ്കിൽ അതിനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അവശേഷിച്ച വെള്ളത്തിന്റെ നിയമങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അത് രണ്ടും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. പിന്നെ അതേപോലെ അതിന്റെ അവസാനത്തിൽ 5-ാം പേജിന്റെ അവസാനത്തിൽ ഈ മലമൂത്ര വിസർജനത്തിന് ശേഷം വൃത്തിയാക്കുന്നതിന് ഇസ്തിൻജാ എന്ന് പറയുന്നു, നമ്മള് വൃത്തിയാക്കുന്നതിന്. പിന്നെ അതേപോലെ വിസർജനത്തിന് ശേഷം വിസർജ്യത്തെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനായി ചുമക്കുകയും അല്പം എഴുന്നേറ്റിരിക്കുക പോലുള്ളവ പ്രവൃത്തികൾ ചെയ്യുന്നതിന്, എന്ന് വെച്ചാൽ ആ മുഴുവനായിട്ട് നീക്കം ചെയ്യുന്നതിന് പറയുന്ന പ്രവൃത്തിക്ക് ഇസ്തിബ്റാ എന്ന് പറയുന്നു, ഒഴിവാക്കൽ എന്ന് പറയുന്നു. പിന്നെ അതേപോലെ വൃത്തിയാക്കാൻ വേണ്ടി കല്ല്, അതേപോലെ വെള്ളം എന്നിവ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാനാണ്. കല്ല് ആദ്യം വെച്ച് വൃത്തിയാക്കാം, പിന്നെ അതേപോലെ വെള്ളം ഉപയോഗിക്കാം. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരിയാവുന്നതാണ്. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പറഞ്ഞു. ഈ എന്താ പറയാ, മലമൂത്ര വിസർജനത്തിന് ശേഷം ടോയ്ലറ്റിൽ പോയതിനു ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട മര്യാദകൾ അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും PDF-ൽ കൊടുത്തിട്ടില്ല. അത് ദീർഘമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പറയാനുള്ളത് നജാസത്ത് എന്താണെന്ന്. നമ്മൾ വിഭാഗം പറഞ്ഞതുപോലെ തന്നെ നജാസത്തിന്റെ 2 വിഭാഗങ്ങളുണ്ട്. എന്താണ് നജാസത്ത്? ശരീരത്തെ അഴുക്കായി കാണുകയും വെറുക്കുകയും അതിനെ വൃത്തിയാക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ശരീരവും വസ്ത്രവും സ്ഥലവും ആവുന്നതിനെയാണ്. 3 ശരീരം, വസ്ത്രം, അതേപോലെ നമസ്കരിക്കുന്ന സ്ഥലമാവുന്നതിനെയാണ് നജാസത്ത് എന്ന് പറയുന്നത്. നജാസത്ത് 2 വിധമുണ്ട്. ചെറിയ ശുദ്ധി, വലിയ ശുദ്ധി. അല്ല, നജാസത്തുൻ ഹുക്മിയ, അതേപോലെ നജാസത്തുൻ ഹഖീഖിയ. 2 വിഭാഗമുണ്ട്. അതിലൊന്ന് നജാസത്തുൻ ഹുക്മിയ, നജാസത്തുൻ ഹഖീഖിയ. നജാസത്തുൻ ഹുക്മിയ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, അതേപോലെ തന്നെ വലിയ ശുദ്ധി, ചെറിയ ശുദ്ധി, അതേപോലെ വലിയ ശുദ്ധി. നജാസത്തുൽ ഹഖീഖിയ, യഥാർത്ഥ രൂപത്തിലുള്ള നജസ്, അത് 2 വിഭാഗമുണ്ട്. ഒന്ന് ഗൗരവം കൂടിയ നജസും മറ്റൊന്ന് ഗൗരവം കുറഞ്ഞ നജസും. ആ ഗൗരവം കൂടിയ നജസ് 6-ാമത്തെ പേജിന്റെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒഴുകുന്ന രക്തം, കള്ള്, ശവത്തിന്റെ ഇറച്ചിയും തോലും, മാംസം ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ മൂത്രം, പട്ടി, പന്നി എന്നിവയുടെ വിസർജ്യം എന്നീ തുടങ്ങുന്ന ചില കാര്യങ്ങൾ. ഇവയുടെ നിയമം എന്താണ്? 1 ദിർഹമിന്റെ അളവിനേക്കാൾ കുറവാണെങ്കിൽ ഖറാഅത്തോടെ നമസ്കാരം ശരിയാകും. അതിനേക്കാൾ കൂടുതലായാൽ നമസ്കാരം ശരിയാവുകയില്ല. 1 ദിർഹമിന്റെ അളവിനേക്കാൾ കുറവാണ്, ഒരല്പമാണ് പറ്റിയതെങ്കിൽ അത് ഉപയോഗിച്ച് നമസ്കരിക്കാമെന്നല്ല. അങ്ങനെ നമസ്കരിക്കൽ ഖറാഅത്താണ്. അതിനേക്കാൾ കൂടുതലാണെങ്കിൽ 1 ദിർഹമിന്റെ അളവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമസ്കാരം തന്നെ ശരിയാവുകയില്ല. വൃത്തിയാവാതെ നമസ്കാരം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. പിന്നെ 2 ഗൗരവം കുറഞ്ഞ നജസാണ്. അതേതൊക്കെയാണ്? കുതിരയുടെ മൂത്രം, അതേപോലെ മാംസം ഭക്ഷിക്കപ്പെടാത്ത പക്ഷികളുടെ കാഷ്ടം, മാംസം ഭക്ഷിക്കപ്പെടുന്ന ആട്, മാട്, ഒട്ടകം എന്നിവയുടെ മൂത്രം.
ഇവയുടെ നിയമം എന്താണ്? ശരീരത്തിന്റെ വസ്ത്രത്തിന്റെയോ 1/4 കുറവാണ് എങ്കിൽ കറാഹത്തോടു കൂടി നമസ്കരിക്കൽ ശരിയാവുന്നതാണ്. അതിനേക്കാൾ കൂടുതലാണ് എങ്കിൽ നമസ്കാരം വൃത്തിയാക്കിയാൽ അല്ലാതെ നമസ്കാരം ശരിയാവുകയില്ല. പിന്നെ ശേഷമുള്ള പാഠത്തിൽ പറയുന്നുണ്ട് നജസ്സുകളെ നീക്കം ചെയ്യേണ്ട വിധം. ഓരോ നജസ്സുകളെയും ഇങ്ങനെയൊക്കെയാണ് നീക്കം ചെയ്യേണ്ടത്. രക്തം, അതേപോലെ കാഷ്ടം പോലെ ഒരു കട്ടിയുള്ള ഒരു തടിയുള്ള ഭാഗമാണ് എങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്നത് വരെയാണ്. പൂർണ്ണമായിട്ട് നീക്കം ചെയ്താൽ മാത്രമേ, അത് നീങ്ങിപ്പോയാൽ മാത്രമേ അത് ശുദ്ധിയാവുകയുള്ളൂ. പിന്നെ അതേപോലെ അത് ശുദ്ധിയാക്കുന്ന സമയത്ത് ചിലപ്പോൾ രക്തമൊക്കെയാണ് നമ്മുടെ ഡ്രസ്സിൽ പറ്റിയത് എങ്കിൽ അതിന്റെ കളർ ശേഷിക്കാനുള്ള സാധ്യതയുണ്ട്. ആ കളർ ശേഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറിച്ച് അത് പൂർണ്ണമായിട്ട് അതിന്റെ തടി, ആ ഒരു കട്ടിയുള്ള ഭാഗം നീങ്ങിപ്പോയാൽ മതിയാവും. മൂത്രം പോലുള്ളതാണെങ്കിൽ ഒരിക്കലും ടിഷ്യൂ പേപ്പർ കൊണ്ടോ ബാക്കിയുള്ള കൊണ്ടോ തുടച്ചാലോ ഒന്നും മതിയാവുകയില്ല. മറിച്ച് വെള്ളം ഉപയോഗിച്ച് തന്നെ കഴുകണം. അത് ശരീരത്തിലാണെങ്കിലും അതേപോലെ വസ്ത്രത്തിലാണെങ്കിലും. പിന്നെ ചെരുപ്പ്, കാലുറ മുതലായവ ശുദ്ധിയുള്ള സ്ഥലത്ത് ഒന്ന് അരക്കൽ കൊണ്ട് അത് വൃത്തിയായി തീരുന്നതാണ്. പിന്നെ വാൾ, കത്തി, കണ്ണാടി, പാത്രങ്ങളെല്ലാം തുടക്കൽ കൊണ്ട് വൃത്തിയാവുന്നതാണ്. പിന്നെ ഭൂമിയിൽ നജസ് പറ്റി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്നുള്ളൊരു കാര്യം. ആ നജസായതിനേക്കാളും കൂടുതലായിട്ട് വെള്ളം ഒഴിക്കുകയും അത് സൂര്യന്റെ പ്രകാശം കൊണ്ട് സ്വാഭാവികമായിട്ടും ഉണങ്ങിപ്പോവുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് ശുദ്ധിയായി തീരുന്നതാണ്. പിന്നെ അതുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ് അവിടെ പറയുന്നത്. വുളു, അതേപോലെ തോല് ശുദ്ധിയാക്കേണ്ട, ഊറക്കിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചത്തജീവിയുടെ തോൽ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവും. അങ്ങനെയുള്ള ചില നിയമങ്ങളും അവിടെ പറയുന്നുണ്ട്. പിന്നെ 8ാമത്തെ പേജിന്റെ തുടക്കത്തിൽ പറയുന്നത് വുളുവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബാക്കിയുള്ള നമ്മുടെ ശരീരത്തിലുള്ള, അതേപോലെ വസ്ത്രത്തിലുള്ള എല്ലാ ശുദ്ധികളും അശുദ്ധികളും നീക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വുളുവിലേക്കാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത്. ഹക്കീക്കിയായ നജാസത്തിനെ വൃത്തിയാക്കി. പിന്നെ അടുത്തത് ഹുക്മിയായ നജാസത്താണ്. അത് വൃത്തിയാക്കുന്നതിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് വുളു ചെയ്യൽ, മറ്റൊന്ന് കുളിക്കൽ. ഈ വുളുവിനും കുളിക്കും രണ്ടിനും ഒരേ സമയം പകരമാവുന്ന തയമ്മം ചെയ്യൽ. അതിൽ ആദ്യത്തെ വുളുവിന്റെ ഫർളുകൾ എത്രമാണ്? 4. ഒന്ന് മുഖം കഴുകുക, അതേപോലെ തന്നെ തലയുടെ 2 കൈകളും മുട്ടുൾപ്പെടെ തടവുക, അതേപോലെ തന്നെ തലയുടെ 4ൽ ഒരു ഭാഗം തടവുക. 4 2 കാലുകളും നിര്യാണം ഉൾപ്പെടെ 1 പ്രാവശ്യം കഴുകുക. ഇതൊക്കെ ഓരോ പ്രാവശ്യം ചെയ്യാനാണ് നിർബന്ധമായിട്ടുള്ളത്. പിന്നെ അതേപോലെ വുളു ശരിയാവുന്നതിനുള്ള നിബന്ധനകൾ, ഷർത്തുകൾ എന്തൊക്കെയാണ്? വുളുവിന്റെ അവയവങ്ങളിൽ ഒന്നും പാടില്ല എന്ന് വെച്ചാൽ വെള്ളത്തെ പ്രവേശിക്കുന്നതിനെ തടയുന്ന ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതേപോലെ വുളുവിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങളൊന്നും ഇടയ്ക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ ആണ് അതിൽ പറയുന്നത്. പിന്നെ അതേപോലെ താടിയുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങൾ. താടി കട്ടിയുള്ള ഉള്ളിലേക്ക് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് വെള്ളം എത്തിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ബാഹ്യമായിട്ട് ഇങ്ങനെ തടവിയാൽ തന്നെ മതിയാവുന്നതാണ്. ഇനി ഉള്ളിലുള്ള സ്കിന്ന് കാണാത്ത ടൈപ്പിലുള്ള തിങ്ങിയതല്ലാത്ത ലോലമായ താടിയാണ് എങ്കിൽ ഉള്ളിലേക്ക് സ്കിന്നിന്റെ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കൽ നിർബന്ധമാകുന്നതാണ് എന്നുള്ളൊരു നിയമം നമ്മൾ മനസ്സിലാക്കി. പിന്നെ വുളുവിന്റെ സുന്നത്തുകളുടെ കൂട്ടത്തിലാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഓർഡർ ആയിട്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ വുളു ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ വുളു ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതേ ഓർഡറിൽ തന്നെയാണ് ആ 16 കാര്യങ്ങളും 17 കാര്യങ്ങളും പറയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിലാണ് ആദ്യം നിയ്യത്ത് ചെയ്യുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. അതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നും ക്രമമനുസരിച്ച് എല്ലാം പറയുകയാണ്. 3 തവണ തടവുക എന്നുള്ളതെല്ലാം സുന്നത്തായിട്ടാണ് പരിഗണിക്കുന്നത്. അതേപോലെ തല മുഴുവനായി തടവുക എന്നുള്ളത് ഫർളല്ല, മറിച്ച് സുന്നത്താണ്. ഫർളായത് തലയുടെ 4ൽ ഒരു ഭാഗം തടവുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ വുളുവിന്റെ മര്യാദകൾ എത്രമാണ് എന്നുള്ളതും അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. എത്രാമത്തെ പേജിൽ? 10ാമത്തെ പേജിൽ വുളുവിന്റെ മര്യാദകൾ 13 ആവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 3 വുളുവിന്റെ ഫർളുകൾ, അതേപോലെ വുളുവിന്റെ സുന്നത്തുകൾ, വുളുവിന്റെ മര്യാദകൾ, ഇതൊക്കെ പാലിച്ച് വുളു ചെയ്യുമ്പോഴാണ് ആ വുളുവിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്കാവുന്നത്. വുളു ശരിയായ രൂപത്തിലായാൽ മാത്രമാണ് അത് നമ്മളുടെ നമസ്കാരങ്ങളിലും പ്രതിഫലിക്കുകയുള്ളൂ. ഒരാള് ദുനിയാവിന്റെ ചിന്തകളിലായിക്കൊണ്ട് വുളു ചെയ്യുകയാണെങ്കിൽ അതേ ചിന്തകൾ തന്നെ മനസ്സിൽ നമസ്കരിക്കുന്ന സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വുളു എന്ന് പറയുന്നത് നമ്മൾ ആത്മീകമായിട്ട് നമ്മുടെ മനസ്സിനെ നമസ്കാരത്തിലേക്ക്, റബ്ബുമായിട്ടുള്ള സംഭാഷണത്തിലേക്ക്, സംസാരത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ്.
ആത്മീയമായിട്ടുള്ള ഒരു സജ്ജീകരണമാണ്, തയ്യാറെടുപ്പാണ് വുളു എന്ന് പറയുന്നത്. ആ രൂപത്തിൽ തന്നെ ചെയ്യുക. പതുക്കെ സാവധാനം ഓരോ കാര്യങ്ങളും പഠിച്ചത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. എൽമ എപ്പോഴും നാഫിയാണ്. നാഫിയായ എൽമ കൊണ്ടാണ് പ്രയോജനമുള്ളത്. നമ്മൾ പഠിക്കുന്നത് എക്സാമിന് മാത്രം അതല്ല, അതുകൊണ്ടല്ല, സർട്ടിഫിക്കറ്റുകളിലൊന്നും അല്ല കാര്യം. മറിച്ച് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ഒന്നാണെങ്കിൽ പോലും അതിലാണ് പ്രയോജനമുള്ളത്, അതിലാണ് ധാരാളം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലവും ഉള്ളത്. പിന്നെ വുളുവിൽ കറാഹത്താക്കപ്പെടുന്ന കാര്യങ്ങൾ, വുളുവിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, അതേപോലെ തന്നെ വുളുവിന്റെ 3 വിഭാഗങ്ങൾ, വുളുവിനെ 3 വിഭാഗമാക്കി തിരിക്കുന്നുണ്ട്. ഒന്ന് ഫർള്, മറ്റൊന്ന് വാജിബ്, പിന്നെ മുസ്തഹബ്. പിന്നെ ഓരോന്നും പറയുന്നുണ്ട്. വുളു എപ്പോഴൊക്കെയാണ് നിർബന്ധമാകുന്നത്? 4 കാര്യങ്ങളാണ്. ഒന്ന് ഫർളാവട്ടെ, നഫിലാവട്ടെ, നമസ്കാരം നിർവഹിക്കുന്നതിന്, പിന്നെ അതേപോലെ 2 മയ്യത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി, 3 തിലാവത്തിന്റെ സുജൂദിന് വേണ്ടി, 4 വിശുദ്ധ ഖുർആൻ തൊടുന്നതിന് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എടുക്കുന്നതിന്, അതേപോലെ തൂക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വുളു അത്യാവശ്യമാണ്. പിന്നെ വുളു നിർബന്ധമാവുന്നത് എപ്പോഴാണ്? കഅബ തവാഫ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ വുളു മുസ്തഹബാക്കപ്പെടുന്നത് എപ്പോൾ? അതിന്റെ ഒരു 21 സന്ദർഭങ്ങൾ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. പിന്നെ വുളു മുറിയുന്ന കാര്യങ്ങൾ അതും പറയുന്നുണ്ട് 3 എണ്ണമാണെന്ന്. പിന്നെ അതേപോലെ വുളു മുറിയുന്ന കാര്യങ്ങൾ മൊത്തം 9 എണ്ണം പറയപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ ചില കാര്യങ്ങൾ വുളുവിനെ മുറിക്കുമെന്ന് തോന്നുമെങ്കിലും, ബാഹ്യമായിട്ട് വുളുവിനെ മുറിക്കുമെന്ന് തോന്നുമെങ്കിലും പക്ഷെ വുളുവിനെ മുറിക്കാത്ത ചില കാര്യങ്ങൾ അതും പറയുന്നുണ്ട്. പിന്നെ കുളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുളിയുടെ ഫർളുകൾ 3 എണ്ണമാണ്. ഒന്ന് വാ കുപ്പിളിക്കുക, പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി സീറ്റുക, പിന്നെ ഒന്ന് മുഴുവൻ ശരീരങ്ങളിലേക്കും ഒരല്പം പോലും ബാക്കി നനവ് തട്ടാത്ത രൂപത്തിൽ ഉണങ്ങിക്കിടക്കുന്ന രൂപത്തിൽ, ശരീരത്തിൽ ഒന്നും ശേഷിക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക? എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. അതേപോലെ കുളിയുടെ സുന്നത്തുകൾ അത് പറയപ്പെടുന്നുണ്ട് 10 എണ്ണം. ഇനി വിവിധ തരം കുളി ഫർളുണ്ട്, അതേപോലെ സുന്നത്തുണ്ട്, മുസ്തഹബുണ്ട്. കുളി ഫർളാക്കപ്പെടുന്നത് എപ്പോഴാണ്? 4 കാര്യങ്ങളിൽ ഒന്ന്, താഴെ പറയുന്ന 4 കാര്യങ്ങളിൽ ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ കുളി നിർബന്ധമാവുന്നതാണ്. അതേപോലെ കുളി സുന്നത്താക്കപ്പെടുന്നത് എപ്പോഴാണ്? 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജുമാ നമസ്കരിക്കാൻ, 2 പെരുന്നാൾ നമസ്കാരങ്ങൾക്കും വേണ്ടി, അതേപോലെ ഹറാമിന് വേണ്ടി, ഹാജി അറഫയിൽ നിൽക്കാൻ വേണ്ടി. ഇപ്പോഴൊക്കെ സുന്നത്താണ് കുളിക്കാൻ, നിർബന്ധമില്ല. ഇനി കുളി മുസ്തഹബാവുന്നത് എപ്പോഴാണ്? അതിന്റെ ചില സന്ദർഭങ്ങൾ, 18ഓളം സന്ദർഭങ്ങൾ നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ട്. പിന്നെ തൈമുമായിട്ട് ബന്ധപ്പെട്ട